Meet the editors. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെ അധിക്ഷേപിച്ച് CPM നേതാവ് എം മണി. LDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലായിരുന്നു അധിക്ഷേപം. മണിയുടെ അധിക്ഷേപം ആദ്യത്തെ അനുഭവമല്ല എന്നും സാംസ്കാരിക നായകരും മാധ്യമപ്രവർത്തകരും എം മണിക്ക് വിശുദ്ധ പദവി നൽകുകയാണെന്നും ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി. മണിയെ നിയന്ത്രിക്കാനായില്ലെങ്കിൽ ആശുപത്രിയിൽ കാണിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പൂശി ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്തമാനം പറയാതെ അദ്ദേഹം സ്ഥിരമായി എനിക്കെതിരെ ഈ വിധത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ നടത്താറുള്ളയാളാണ്. ഈ വിധത്തിൽ എന്നെ തെറിയഭിഷേകം നടത്തി ശ്രദ്ധ തിരിച്ചു വിടാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുപോലെ ഇദ്ദേഹത്തെ ഇറക്കി വിട്ടിരിക്കുകയാണ് വിഷയം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ അത് നിയന്ത്രിക്കണം, അല്ലെങ്കിൽ പുള്ളിക്ക് വേറെ വല്ല അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പാർട്ടി തയ്യാറാണ്. ഇത് രണ്ടുമാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഞങ്ങൾക്കറിയാം മനഃപൂർവ്വം വിഷയം മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ്. മണി മതിയാക്കേണ്ടേ എന്നാണ് ചോദ്യം. മണി പ്രതികരണങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ അപമാനിച്ചിട്ടുള്ളത് സ്ത്രീകളെയാണ്. അതുകൊണ്ട് മണി മതിയാക്കേണ്ട എന്ന ചോദ്യത്തിൽ ഞാൻ ആദ്യം അഭിപ്രായം പറയാൻ തോന്നുന്നു. മതിയാക്കേണ്ട സമയമായിട്ടുണ്ട്. കാരണം പ്രസംഗങ്ങളിൽ, പൊതുപ്രസംഗങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ വാക്ക് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പുറത്തേക്ക് പറയാൻ പറ്റില്ല. ആ പ്രസംഗത്തിൽ പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടാകാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ കൈയടിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകുന്നു. ആ വിഭാഗം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. മുൻപ് 1, 2, 3 പ്രസംഗം നമ്മൾ കണ്ടതാണ്. അതിൽ ചില രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതൊക്കെ പിന്നീട് അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷവും ആ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം പിന്നീട് നടത്തിയ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. പെമ്പിളെ ഒരുമയ സമരം ഇപ്പോൾ സംസ്ഥാനം വലിയ രൂപത്തിൽ ചർച്ച ചെയ്താണ്. ആ സമരം നടത്തിയ സ്ത്രീകളെ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. സഭയിൽ KK രമയ്ക്കെതിരെ പറഞ്ഞ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. വിധവയായത് വിധി മാത്രമാണ് എന്ന് പറഞ്ഞു. പിന്നീടും ആ വാചകത്തിലും ആ പറഞ്ഞ നിലപാടിലും അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന നമ്മൾ കണ്ടതാണ്. വനിതാ കളക്ടർക്കെതിരെ പറഞ്ഞു. ആനി രാജയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവർ ഡൽഹിയിൽ ഉണ്ടാക്കിയാൽ മതി, അതൊരു പ്രയോഗമാണല്ലോ. അതൊക്കെ ഈ സ്ത്രീകളോട്, സ്ത്രീ നേതാക്കളോട് ഏത് രൂപത്തിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളായാലും നേതാക്കളായാലും രാഷ്ട്രീയ രംഗത്തുള്ളവരായാലും സ്ത്രീകളോട് സംസാരിക്കുന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ നമുക്ക് തന്നെ അനുഭവമുണ്ട്. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഈ വനിതാ നേതാക്കളോട് അദ്ദേഹം പ്രതികരിക്കുന്ന രീതി ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളൊരു സ്ത്രീയാണോ എന്നോട് ചോദിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ വളരെ മോശമായിട്ടാണ്, എനിക്ക് 3 പെൺമക്കളാണെന്നുള്ള കാര്യം പറഞ്ഞത്. അത് ശരിയായിരിക്കാം, പെൺമക്കളുണ്ട് എന്നതുകൊണ്ട് സ്ത്രീകളോട് ബഹുമാനത്തോടു കൂടി പെരുമാറണമെന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപനം അതാണ്. സ്ത്രീകളോട് മാത്രമല്ല, പ്രതിപക്ഷ ബഹുമാനം എന്നൊന്നുണ്ട്. ഇതൊരു നാടൻ പ്രയോഗമാണ്, നാടൻ രീതിയാണ് എന്നൊക്കെ പറയാമെങ്കിലും അത് അംഗീകരിക്കുന്ന കാലമല്ല ഇത്. ഈ കാലത്ത് ഇതൊന്നും അംഗീകരിക്കാൻ ആരും തയ്യാറാവുകയുമില്ല. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ ശരികളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലമാണ്. ആ രാഷ്ട്രീയ ശരി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളും പലപ്പോഴും കാലത്തിനനുസരിച്ച് മാറാത്ത പല പ്രയോഗങ്ങളും പല നേതാക്കളും നടത്തിയിട്ടുണ്ട്. അവരൊക്കെ വലിയ വിമർശനത്തിന് വിധേയരായിട്ടുമുണ്ട്. പിന്നീട് ഖേദപ്രകടനം നടത്തിയിട്ടുമുണ്ട്. ഇതിപ്പോൾ ഖേദപ്രകടനമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് കൊടുത്ത മറുപടി നല്ല ഭാഷയിലാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും മണി എന്നൊരു രാഷ്ട്രീയ നേതാവ് ഈ കാലത്തിന് പറ്റിയ നേതാവല്ല എന്ന് തന്നെയാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ ഈ ഓരോ സംഭവങ്ങളായിട്ട് സ്മൃതി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. സ്ത്രീകളോട് മാത്രമല്ല, ഇപ്പോൾ ചെറുതോണി SIയെ തന്തയില്ലാത്ത ആളെന്ന് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡീൻ കുര്യാക്കോസിനെ ഷണ്ടൻ എന്നാണ് വിളിച്ചത്. PJ കുര്യനെ പെണ്ണുപിടിയൻ എന്ന് വിളിച്ചിട്ടുണ്ട്. പൊതുവേദികൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൂടാ എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. അത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മണി എന്നുള്ളത് ദൗർഭാഗ്യകരവുമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിനകത്ത് മണി ഒരു നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ വേറൊരു സംസ്കാരത്തിലേക്ക് എത്തിച്ചേർന്നുണ്ട്. ഇപ്പം നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെയൊക്കെ ഓരോ വാക്കിൻ്റെയും രാഷ്ട്രീയ ശരികളെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ വികസിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഡീൻ കുര്യാക്കോസ് ഈ മണിയുടെ പുലയാട്ട് കേൾക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പ്രയോഗം ശരിയല്ല എന്ന് നമ്മൾ പറയുന്നത്? അതിൻ്റെ കാര്യം വെച്ചാൽ പുലയാട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക സമുദായത്തെ മുമ്പ് അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം വാക്കുകളെക്കുറിച്ച് പോലും വളരെ ആകാംക്ഷ വെച്ച് പുലർത്തുന്ന, അത് ശരിയല്ല, അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നിയന്ത്രണവുമില്ലാതെ ഒരു നേതാവ് തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ
അതിനെല്ലാം നൽകുന്ന വിസ്തീർണം നേരത്തെ സ്മൃതി ഇപ്പോൾ പറഞ്ഞ കണക്ക് ഞാൻ നാട്ടുമ്പുറത്ത് നിന്നുള്ള പിന്നെ ഒരു നേതാവാണ്, നാടൻ പ്രയോഗമാണ് എന്നൊക്കെ പറയുമ്പം അങ്ങനെയൊന്നും പൊറുക്കേണ്ട കാര്യമില്ല. അത് ഒന്നോ രണ്ടോ തവണയല്ല എം.എം. മണി ഇത് ചെയ്യുന്നത്. അത് പല വേദികളിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നിയമസഭയുടെ വേദിയിൽ പോലും അദ്ദേഹം കെ രമയെ പോലെ ഒരാളെക്കുറിച്ച് പറഞ്ഞത് സ്മൃതി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. പൊതുവേ എം.എം. മണിയുടെ കാര്യത്തിൽ എം.എം. മണി തന്നെ ഒരു നിയന്ത്രണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അതിനെ അദ്ദേഹത്തിന് ഉത്തരവാദിത്ത പാർട്ടി എന്നുള്ളതിലേക്ക് CPM അക്കാര്യത്തിൽ അദ്ദേഹത്തിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ഈ ആണത്തമുണ്ടെങ്കിൽ എന്ന് പറയുന്ന പ്രയോഗം പോലും ഇപ്പോൾ ശക്തമായി വിമർശിക്കുന്ന ഒരു കാലമാണ്. പിന്നെ അതൊരു പിന്നെ ബ്ലാക്ക് ഹ്യൂമർ ആണെന്ന് പോലും പറയാൻ പറ്റില്ലല്ലോ ഇപ്പം, അല്ലേ? അപ്പം പിന്നെ കറുത്ത ശക്തി എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. കറുത്ത ശക്തി എന്ന് പറയുന്നത് പോലും ഇപ്പോൾ ഒരു തെറ്റായ പ്രയോഗമായിട്ട് മാറിയിരിക്കുകയാണ്. ആ രീതിയിലൊക്കെ വളരെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലേക്ക് സൊസൈറ്റി പുരോഗമിക്കുമ്പോൾ നമ്മൾ ആ ഒരു നിലവാരത്തിലൊന്നും പിന്നെ മണിയാശനെ കാണേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലാക്കലൊക്കെ ഇപ്പോൾ 80 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷേ പാർട്ടിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ഇത്തരം കാര്യങ്ങളിനകത്ത്. ഇത് തെറ്റായൊരു പ്രതിച്ഛായ നിർമ്മാണം ഉണ്ടാക്കും. അനവസരത്തിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പോലൊരു ഘട്ടത്തിലൊക്കെ ഇത്തരം പിന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് വലിയ രീതിയിലെടുത്ത് ഉപയോഗിക്കപ്പെടും. അതിനൊക്കെ വില കൊടുത്തിട്ടുണ്ട് CPM. ഇപ്പോൾ പരനാറി എന്നുള്ള ഒരൊറ്റ പ്രയോഗത്തിൽ 2014 മുതൽ പ്രേമേന്ദ്രൻ മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമായിട്ട് പിന്നെ കൊല്ലം മാറിയല്ലോ. അപ്പം അതൊക്കെ വളരെ പ്രധാനമാണ്. ഒന്നും വേണ്ട, തൃക്കാക്കരയിൽ സൗഭാഗ്യം എന്നൊരു വാക്ക് പിണറായി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്ന എതിർപ്പുകൾ, പ്രതിഷേധങ്ങളൊക്കെ വളരെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനൊക്കെ അപ്പുറത്ത് ഞാൻ പറയുന്നത്, നമ്മളൊരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് ആ സൊസൈറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പുലർത്തേണ്ട മാന്യതയുണ്ട്. ഏറ്റവും ഒടുവിൽ കെ സുധാകരൻ്റെ വാക്ക് എത്രയാണ് കേരളം ചർച്ച ചെയ്തത്? ആരും ഇതിനകത്ത് പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതാണ്, എം.എം. മണി മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അനുവദനീയമായ കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, എം. വിനികൃഷ്ണൻ, നമ്മളെ ഈ കോണ്ടെക്സ്റ്റ് എന്താണ്? എം.എം. മണി ഉലത്തൽ എന്ന് പറഞ്ഞു, മറുഭാഗത്ത് ഡീൻ കുര്യാക്കോസ് പുലയാട്ട് എന്ന് പറഞ്ഞു. ഏതാ കടുപ്പുള്ള വാക്ക്? ഉലത്തൽ മാത്രമല്ല പറഞ്ഞു, എന്താ പറഞ്ഞു? ഷണ്ടൻ എന്ന് പ്രയോഗിച്ചു. ഷണ്ടത്വം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഷണ്ടത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്വാഭാവികമായി ഉപയോഗിക്കുന്നില്ലേ? എനിക്ക് പറയാലോ, ഞാനിവിടെ പറയാൻ തയ്യാറാണ്. ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാത്ത ഒരാളെ രാഷ്ട്രീയ ഷണ്ടൻ എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതേസമയം പുലയാട്ടോ? രാഷ്ട്രീയ ഷണ്ടൻ എന്നല്ല പറഞ്ഞ, ഷണ്ടൻ ആയിക്കോട്ടെ, ഇനി ഷണ്ടൻ തന്നെ ആണെങ്കിൽ തന്നെ പുലയാട്ടാണോ ഷണ്ടനാണോ? അല്ലല്ല, ഷണ്ടൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോക്കും, വികലാംഗൻ നമ്മൾ പറയില്ല. അതൊരു പുലയാട്ടം എന്ന് പറയുന്നത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു സമുദായത്തിനെ കുറിച്ച്. രണ്ടുപേരും വേറെ ഗ്രൂപ്പും ഞാൻ വേറെ ഗ്രൂപ്പും അല്ലല്ല, ഞാനതാ പറഞ്ഞത്. നമ്മളൊരു വിഷയം ചർച്ച അതന്നെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു കാര്യം ഞാനത് പറഞ്ഞിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതായത് ഒരു സമുദായത്തെ സംബന്ധിച്ച ഒരു തെറ്റായ പദപ്രയോഗമായിട്ട് നമ്മൾ ഇന്ന് അതിനെ കാണുന്നുണ്ട്. അതുപോലും തെറ്റാണ് എന്നാണ് നമ്മൾ പോലും തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. മണിയെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലുള്ള ഒരു ഔദാര്യത്തിന് അല്ലല്ലോ മണി നിൽക്കുന്നത്. എന്ന് പറയുന്നത് നോക്കൂ, VS അച്യുതാനന്ദൻ ആയിക്കൊള്ളട്ടെ, M.M. മണി ആയിക്കൊള്ളട്ടെ, ആ കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിൽ വരുന്ന കുറേയധികം നേതാക്കളുണ്ട്. അവരൊക്കെ തന്നെയും സാമ്രാജ്യത്വത്തിൻ്റെ കയ്യിൽ നിന്ന്, ഈ പറയുന്ന ഭൂവുടമകളുടെ കയ്യിൽ നിന്ന് കേരളത്തിൽ ജനാധിപത്യം പറിച്ചു നട്ട ആളുകളാണ്. ഇപ്പം നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിക്കേണ്ടായി കെ സുധാകരനെയൊക്കെ നിങ്ങൾ മണിയുമായിട്ടാണോ താരതമ്യം ചെയ്യുന്നത്? ഇന്നലകളിൽ കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിൽ രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താൻ നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും യഥാർത്ഥത്തിൽ കോൺഗ്രസിലില്ലാതെ കോൺഗ്രസ് ഇന്ന് കോൺഗ്രസിലേക്ക് വന്ന് പുലഭ്യം പറച്ചിലും തെറിയഭിഷേകവും കൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള ആളാണ് കെ സുധാകരൻ. അതുപോലെയാണോ M.M. മണി എന്ന് പറയുന്നത്? രാഷ്ട്രീയ സമയം ആയിക്കോട്ടെ, പക്ഷേ ഇത് തെറ്റായ ആരോപണം പറയരുത്. ഞാൻ കെ സുധാകരനെ M.M. മണിയും താരതമ്യം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ അടുത്തിടെ കെ സുധാകരൻ നടത്തിയ ഒരു പ്രസ്താവന എത്ര എന്താണ് ആഘാത ശക്തിയോടുകൂടി ചർച്ച ചെയ്തു. സുധാകരനെയും മണിയെയും ഒരുമിച്ച് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ലല്ല, കണക്ട് ചെയ്തല്ല. നമ്മളൊരു പൊളിറ്റിക്കൽ സ്പിയറിൽ ആ പറയുന്ന ഈ കെ സുധാകരൻ പറഞ്ഞാലും PC ജോർജ് പറഞ്ഞാലും M.M. മണി പറഞ്ഞാലും ഞാൻ ഉന്നയിച്ച ഒരു പ്രശ്നം ഇത്ര മാത്രമാണ്. അതിനകത്ത് M.M. മണിയുടെ രാഷ്ട്രീയ പാരമ്പര്യമോ കെ സുധാകരൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമോ അല്ലെങ്കിൽ PC ജോർജ് ഇതുപോലെ തന്നെ സംസാരിക്കുന്ന ഒരാളാണ്. PC ജോർജിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ഒന്നും എൻ്റെ വിഷയമല്ല. ഒരു പൊതു സദസ്സിലും പൊതുസമൂഹത്തിലും ആ ആളുകൾ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. ആ രാഷ്ട്രീയ ബോധത്തിലേക്ക് ഉയരാൻ എല്ലാവരും ശ്രമിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഡിഗ്രി അളക്കുകയല്ല വേണ്ടത്. M.M. മണി സ്ത്രീകളെ അപമാനിച്ച് പ്രസംഗിച്ച പോലെ അത്തരം പ്രതികരണങ്ങൾ ഈ കോൺഗ്രസിൽ നിന്നും ഈ പറഞ്ഞ മാതിരി ആണത്തം കാണിക്കുന്നൊക്കെ പറയുന്നെങ്കിൽ സ്ത്രീകളെ ദുരുപദിഷ്ടമായുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പെമ്പിളെ ഒരുമേ സമരക്കാരെ അവർ അവിടെ പോയിട്ട് ചെയ്യുന്ന എന്താണെന്ന് അറിയാം എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ആ സമരം നമ്മൾ കണ്ടതാണ്. എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രയോഗം, അതുപോലെ കെ രമയെ പറഞ്ഞത് വിധവയായത് വിധി മാത്രം എന്ന നിർവികാരമായിട്ടുള്ള ഒരു പ്രതികരണം, ഒരു രാഷ്ട്രീയ നേതാവിന് ആളുകളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ നിർവികാരതയോടെ അല്ലെങ്കിൽ ഇത്ര ക്രൂരമായിട്ടാണോ പ്രതികരിക്കേണ്ടത്? അങ്ങനെ ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തോടെ എങ്ങനെയാണ് അദ്ദേഹം സമീപിക്കുന്നത്?
തനിക്ക് ഒരു പിഴവ് പറ്റിയാൽ ആ പിഴവ് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ എന്നോട് തന്നെ അന്ന് സംസാരിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങളൊരു സ്ത്രീയാണോ എന്ന് ചോദിച്ചു. അത് ആഘോഷിക്കാൻ ഒരു വലിയ സംഘം ഉണ്ടായിരുന്നു, അതെടുത്ത് ആഘോഷിക്കാൻ. അപ്പോൾ അതിനെ അംഗീകരിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇവിടെ തിരുത്തലിൻ്റെ കാര്യമാണ്. അതിൽ പാർട്ടി നോക്കേണ്ടതില്ല. അദ്ദേഹത്തിന് വലിയ ചരിത്രമുണ്ടാകാം, വലിയ സമരങ്ങൾ നടത്തിയിട്ടുണ്ടാകാം, അവിടെ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവാണ്. അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. അപ്പുറത്ത് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തണ്ടേ? അല്ലല്ല, അതിനകത്ത് സ്മൃതി പറഞ്ഞതിനകത്തൊരു തെറ്റുള്ളത് ഞാൻ വിചാരിക്കുന്നത്, ഈ എന്നെ പിന്നെ അപമാനിച്ചപ്പോൾ അതിനെ എടുത്ത് ആഘോഷിച്ചൊരു വലിയ വിഭാഗം എന്ന് എങ്ങനെയാ വലിയ പറയുക? വിഭാഗം അല്ല, അങ്ങനെയല്ല. അത് അവരാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ക്രൗഡൊക്കെ വരികയും ആ ക്രൗഡ് ചില കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതിനൊന്നും വലിയ വിഭാഗമായിട്ടൊന്നും കാണുകയും ഞാൻ ഈ സമൂഹത്തെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ആ പ്രസ്താവനയോട് എനിക്ക് അല്ല, യോജിപ്പില്ല. ഞാൻ പറഞ്ഞല്ല, സ്ത്രീ വിരുദ്ധമായ പ്രതികരണങ്ങൾ നടത്തുന്നവർക്ക് വലിയ കയ്യടി കൊടുക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അത് ഏത് രൂപത്തിൽ പ്രവർത്തിക്കുന്നു, അതാരെങ്കിലും പറഞ്ഞേൽപ്പിക്കുന്നതാണോ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. അത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ അനുഭവമുള്ളതാണ് ഞാൻ പറഞ്ഞത്. വലിയ രൂപത്തിൽ തന്നെ അത് ഉണ്ടായിരുന്നു. അത് അവരാണ് ഭൂരിപക്ഷം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരല്ല ഭൂരിപക്ഷം. അതുകൊണ്ടാണല്ലോ ഇവിടെ പലർക്കും തിരുത്തേണ്ടി വരുന്നത്. അവരാണ് ഭൂരിപക്ഷം എന്നൊന്നും കരുതുന്നില്ല. വലിയ രീതിയിൽ തിരുത്തലുകൾ നടക്കുന്ന കാലമാണ്. ഈ കാലത്ത് നടത്തേണ്ട പ്രതികരണങ്ങളല്ല ഈ കാലത്തിന് പറ്റിയൊരു നേതാവാണെന്ന് പോലും ഞാൻ കരുതുന്നില്ല. കഴിഞ്ഞല്ലോ അല്ലേ? നോക്കൂ, നിങ്ങൾക്ക് ഈ വിഷയം എടുക്കുമ്പോൾ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊണ്ടുവരുന്നു. അതായത് ഉലത്തലും പുലയാട്ടും, അല്ലെങ്കിൽ ഈ പറയുന്ന ഷണ്ടനും പുലയാട്ടും തമ്മിലുള്ള ഒരു താരതമ്യത്തിൽ നിങ്ങൾ നിൽക്കുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോഴേക്കും ഈ പറയുന്ന രണ്ട് വാക്കുകളിൽ അതിനൊരു ന്യായീകരണം കിട്ടാൻ വേണ്ടി ഒരു റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ പഴയ കാലത്തേക്ക് പോയി എം എം മണി പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ തന്നെയും അതിനൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. സ്വാഭാവികമായും എം എം മണി അതിനകത്ത് ക്ഷമാപണം പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടി അതിനെ തിരുത്തുകയോ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, പി സി ജോർജും കെ സുധാകരനൊന്നും ഇവിടെ വരേണ്ട ആളുകളേ അല്ല. അവർ വേറെ എവിടെയോ ദൂരെ നിൽക്കുന്ന ആളുകളാണ്. അവിടെ മണിയെ പ്രതിഷ്ഠിക്കാനുള്ള രണ്ടാമത്തെ ശ്രമം. ഞാൻ നേരത്തെ പറഞ്ഞു, മണി എന്ന് പറയുന്ന ആളുടെ കോൺട്രിബ്യൂഷൻ. ഞാൻ വി എസ് അച്യുതാനന്ദനുമായ അഭിമുഖം നടത്തുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദനോട് ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ നിലയിൽ നിങ്ങൾ വി എസ് അച്യുതാനന്ദനും ഈ നിലയിൽ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയത് ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ലതിക സുഭാഷിനെ വി എസ് അച്യുതാനന്ദൻ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ ഓർമ്മയില്ലേ? ആ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായിരുന്നു അത്. നോക്കൂ, അത് ശരിയാണ് എന്നുള്ളതല്ല. വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറയുന്ന കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ കർഷക തൊഴിലാളികൾ വൈകുന്നേരം 7 മണി വരെ പണിയെടുത്ത് അവർ വി എസ് അച്യുതാനന്ദൻ്റെ പ്രസംഗം കേൾക്കാൻ കാത്തിരിക്കുന്ന സമയത്ത് അന്തർദേശീയവും പ്രാദേശികവും സാർവദേശീയവും ഒന്നും കേൾക്കാനല്ല അവർ വന്ന് നിൽക്കുന്നത്. അവർ വന്ന് നിൽക്കുന്നത് അവരുടെ ഭാഷയിൽ വർത്തമാനം പറയാനാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന വി എസ് അച്യുതാനന്ദനെ പോലുള്ളവർ നാടൻ ഭാഷകൾ ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന ശരീരമിളക്കിയുള്ള പ്രസംഗ രീതികൾ അവലംബിക്കുന്നത്. ആ നിലയിലാണ് ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കുക, എം എം മണിയും സമാനമായ വിധത്തിൽ വലിയ നിലയിൽ ശരീരമിളക്കിയും വലിയ നിലയിൽ പ്രയോഗങ്ങൾ നടത്തിയൊക്കെയാണ് അവിടുത്തെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ടുള്ളത്, അവിടുത്തെ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, അതിനകത്ത് ഒരു വാക്ക് നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ ആ വാക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? പി സി ജോർജിനെയും കെ സുധാകരനെയും ചകല ചണ്ട് ഭണ്ഡാരങ്ങളെയും വിളിച്ച് ഇതിൻ്റെ കൂട്ടത്തിലിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പഴയ കുറേ കാര്യങ്ങൾ റിട്രോസ്പെക്റ്റീവിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്ക്, ഇവിടെ ഞാനതാ ചോദിച്ചത്, ഡീൻ കുര്യാക്കോസിൻ്റെ പുലയാട്ട് നമുക്ക് പ്രശ്നമല്ല. അതേസമയം മണിയുടെ ഷണ്ടൻ നമുക്ക് പ്രശ്നമാകുന്നു. അത് നമ്മുടെ രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ പ്രശ്നമാണത്. ആ രാഷ്ട്രീയ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോഴാണ് നമുക്ക് ഈ തരത്തിലുള്ള പ്രയോഗങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുന്നത്. ഒരാൾ തുടർച്ചയായി ചെയ്യുന്നത് വിമർശിക്കപ്പെടില്ലേ? ഒരാൾ തുടർച്ചയായി ചെയ്യുന്നതുകൊണ്ടാണല്ലോ ആരാ വിമർശിക്കുന്നതിനെതിരെ ആരാണ്? ഇപ്പൊ നമ്മുടെ തന്നെ മാധ്യമത്തിൽ റിപ്പോർട്ടർ TV-യിൽ വരുന്നത് രാവിലെ മുതൽ വരുന്നത് എന്ന് വെച്ചാൽ അധിക്ഷേപ പരാമർശം ആര് നടത്തിയെന്നാണ് നമ്മുടെ പേര് എം എം മണി നടത്തിയെന്നാണ് വരുന്നത്. അതേസമയം നമ്മൾ മറ്റത് കാണാൻ വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു സ്വഭാവമാണ്. നമ്മളെല്ലാം തന്നെയും മനോരമയുടെ കുഞ്ഞുങ്ങളാണ് ഒരു പരിധിവരെ. ആ നിലയിൽ നമ്മൾ മനോരമയുടെ കുഞ്ഞുങ്ങളായി ആവർത്തിക്കപ്പെടുകയാണ് ഓരോ സമയവും ഓരോ കോണ്ടെക്സ്റ്റിലും എന്നുള്ളതാണ് എൻ്റെ വിമർശനം. ശരി, എം എം മണിയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അദ്ദേഹം നടത്തിയ സമരങ്ങളെ ഒന്നും ചുരുക്കി കാണുന്നില്ല. വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള അദ്ദേഹം സ്വയം നവീകരിച്ചിട്ടുള്ള നേതാവായിട്ടാണ്. അദ്ദേഹം പണ്ട് കാലത്തെ പ്രസംഗങ്ങളിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം വലിയ ജനകീയ സമരങ്ങളിലൂടെയൊക്കെ ജനങ്ങളുടെ സ്വന്തം ആളായി മാറിയ ശേഷം വി എസ് എങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. പക്ഷേ പിന്നീട് അതിൽ നിന്നൊക്കെ മാറി എന്നുള്ളതാണ്. പിന്നീട് വെച്ചാൽ ഇപ്പോൾ ലതിക സുഭാഷിനെ അധിക്ഷേപിച്ചത് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് അല്ലേ? അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ പോയ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പ്. അതിനുശേഷം ചിലപ്പോൾ നവീകരിച്ചിട്ടുണ്ടോ? അതുവരെ ഇല്ലായിരുന്നു. ശരി, അപ്പോൾ മണി മതിയാക്കേണ്ട എന്നാണ് ചോദ്യം. മതിയാക്കണമെന്ന് രണ്ടുപേർ അഭിപ്രായപ്പെടുന്നു, ഇല്ല എന്ന് MP നികേഷ് കുമാർ.
Meet the editors.